രാജീവ് ചന്ദ്രശേഖരനെ പുതിയ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുത്തുള്ള ഔദ്യോഗിക പ്രഖ്യാപനമെന്ന് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. മുതിർന്ന നേതാക്കളെ തഴഞ്ഞാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി നിർദ്ദേശിച്ചത്. പരസ്യ പ്രതികരണം ഒഴിവാക്കിയെങ്കിലും സംസ്ഥാന ബി.ജെ.പിയിലെ പ്രബല വിഭാഗങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്. 5 വർഷം പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന കെ. സുരേന്ദ്രൻ ഇന്ന് പദവിയൊഴിയും. ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിന് ശേഷമാണ് മുതിർന്ന നേതാക്കളെയെല്ലാം തഴഞ്ഞുള്ള ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം. കോർ കമ്മിറ്റി യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറാണ് രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റാക്കാനുള്ള കേന്ദ്ര നിർദ്ദേശം അവതരിപ്പിച്ചത്. കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയം പോലുമില്ലാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര നിർദ്ദേശം അംഗീകരിക്കുകയല്ലാതെ നേതാക്കൾക്ക് മറ്റു മാർഗമുണ്ടായില്ല. കഴിഞ്ഞ 5 വർഷക്കാലം പ്രസിഡന്റായി തുടരുന്ന കെ. സുരേന്ദ്രന് ഒരവസരം കൂടി നൽകുമെന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കളുടെ പ്രതീക്ഷ. എം.ടി. രമേശും ശോഭാ സുരേന്ദ്രനും പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ടിരുന്നതാണ്. എന്നാൽ ഇവരെ ആരെയും കേന്ദ്ര നേതൃത്വം പരിഗണിച്ചില്ല. ഏറെക്കാലമായി കടുത്ത വിഭാഗീയതയാണ് സംസ്ഥാന ബി.ജെ.പിയിൽ നിലനിന്നത്. ഇതാണ് രാജീവ് ചന്ദ്രശേഖരന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കളമൊരുക്കിയത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കാതായതോടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രഖ്യാപനം. എന്നാൽ അതിനുശേഷമാണ് കേരളത്തിലെ ബി.ജെ.പിയെ കൈപ്പിടിയിലാക്കാനുള്ള നീക്കം രാജീവ് ചന്ദ്രശേഖർ ആരംഭിച്ചത്. സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഔദ്യോഗികമായി രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുക. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ പ്രവർത്തന പാരമ്പര്യം ഒട്ടുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ പാർട്ടിയെ നയിക്കും എന്ന ആശങ്കയാണ് പ്രവർത്തകർക്കും അണികൾക്കും ഉള്ളത്. കടുത്ത അമർഷത്തിലുള്ള മുതിർന്ന നേതാക്കളെ കൂട്ടിയോജിപ്പിക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന് മുമ്പിലുള്ള വലിയ കടമ്പ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.